പ്രണവ് കൊണ്ടുവന്ന ആ ഡോക്യുമെന്റ്സുമായിട്ട് ഒന്ന് കോടതിയിൽ പോകേണ്ട ആവശ്യമേ ഉള്ളായിരുന്നു എനിക്ക്. ഞാൻ ജയിലിൽ കിടന്ന പോലെ അവൻ കിടക്കേണ്ടി വന്നാനേ കള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയതിന്. ഒന്നും നോക്കണ്ടായിരുന്നു. ഇത്രയും ചതി ചെയ്തവനെ ജയിലിലേക്ക് അയക്കുക തന്നെ വേണമായിരുന്നു. അതൊന്നും വേണ്ടമ്മേ. അവനെ ശിക്ഷിക്കലല്ലോ നമ്മുടെ ലക്ഷ്യം. എനിക്ക് ഗൗതമിന്റെ കഴിവിൽ വിശ്വാസമുണ്ട്. ഇതുപോലെ ഒരു 100 ഈശ്വരമംഗലം കമ്പനികൾ കെട്ടിപ്പടുക്കാനുള്ള അറിവ് ഗൗതമിനുണ്ട്. പിന്നെ നമ്മൾ എന്തിനു ഭയക്കണം? ഒന്നേന്ന് തുടങ്ങണം. ചില കഷ്ടതകൾ സഹിക്കേണ്ടിയും വരും, പ്രാരാബ്ധങ്ങൾ ഉണ്ടാവും, ചിലപ്പോ പട്ടിണി കിടക്കേണ്ടി വരും. പക്ഷെ തോറ്റുകൊടുക്കില്ല നമ്മള്. എന്തിനും ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. നമുക്ക് ജയിച്ചു കാണിക്കണം മക്കളെ. ഇന്നു മുതല് നമുക്ക് ഈശ്വരമംഗലം വീടില്ല. ഈ രാത്രി പോലും ഒന്ന് തലയക്കണമെങ്കിൽ ഒരിടം കണ്ടുപിടിക്കണം. നമ്മൾ അവിടെ നിന്ന് വേണം തുടങ്ങാൻ. ഇനി സർവ്വതിന്റെ സർവാധികാരിയാണ് ഈ പ്രണവ് ഗോപിനാഥ്. ഞാനാണ് എല്ലാ സ്വത്തുക്കളുടെയും അവകാശി. നോക്ക് ശിവാനി, ഇത് ഈശ്വരമംഗലം വീടിന്റെ ഡോക്യുമെന്റ്സ്. ഇത് നമ്മുടെ മുഴുവൻ ബിസിനസ്സുകളുടെയും ഡോക്യുമെന്റ്സ്. കണ്ടോ, ഇത് നമ്മുടെ ഗോഡൌണുകളും ഫാക്ടറികളും മറ്റ് പ്രോപ്പർട്ടികളും ഉൾപ്പെടുന്ന അസറ്റിന്റെ ഡോക്യുമെന്റ്സ്. കണ്ടാ, ഇത് വാഹനങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടിന്റെയും ഡോക്യുമെന്റ്സ്. അങ്ങനെ ഞാൻ സർവ്വതിന്റെയും അധികാരിയും അവകാശിയുമായിട്ട് മാറിയിരിക്കുന്നു. പക്ഷേ എന്റെ ഉള്ളില് ചെറിയൊരു കരട് വീണ് തുടങ്ങിയിട്ടുണ്ട്. കരടോ? എന്ത് കരട്? അത് ഗൗതം തന്നെ സൈൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഡോക്യുമെന്റ്സ് നമുക്ക് തന്നതുകൊണ്ടല്ലേ ഇത് മൊത്തം പ്രണവിന്റെ സ്വന്തമായത്. അതല്ലാതെ നമ്മൾ കൊണ്ടുവന്ന ഡോക്യുമെന്റ്സിന് സത്യത്തിൽ എന്ത് വിലയുള്ളത്? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഒന്ന് ഡോക്യുമെന്റ്സ് മാത്രം വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുന്നതിലും മുന്നെയാണ് ഗൗതം ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടി വീണ്ടും ആന്റിക്ക് തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? പ്രണവിന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? വസുന്ധൻ ആന്റിയാണ് നമ്മൾ തയ്യാറാക്കിയ ഡോക്യുമെന്റ്സ് രജിസ്റ്റർ ചെയ്യാനായിട്ട് മുരളിയെ ഏൽപ്പിച്ചത്. നിയമപ്രകാരം ആ ഡോക്യുമെന്റ്സ് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല പ്രണവേ. കാരണം ഗൗതം അതിനു മുൻപ് തന്നെ പ്രോപ്പർട്ടികൾ മുഴുവൻ പ്രണവിന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരുന്നു. നീ പറഞ്ഞത് ശരിയാണല്ലോ. അപ്പോ പിന്നെ ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്, ഉറപ്പാ. അക്കാര്യത്തിൽ സംശയമില്ല. നമ്മള് ആ ഡോക്യുമെന്റ്സുമായിട്ട് മുന്നോട്ട് പോയാൽ തന്നെ ഗൗതം ഒന്നുകൂടി കോടതിയിൽ പോവുകയും ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ ആ രേഖകൾ ഫേക്ക് ആണെന്ന് കോടതിയിൽ തെളിയിക്കപ്പെട്ടേനെ. ഞാൻ പറയുന്നത് കൊണ്ട് പ്രണവിന് വിരോധമൊന്നും തോന്നരുത്. ഇനി സൂക്ഷിക്കേണ്ടത് നമ്മളാ. അതുകൊണ്ട് പറയാ, വസുന്ധരാന്റിയെ ഒരുപാട് അങ്ങോട്ട് വിശ്വസിക്കണ്ട. സ്വന്തം ജയത്തിനപ്പുറം അവർക്കൊന്നുമില്ല. ചിലപ്പോ ചതിക്കും പ്രണവേ അവര് നമ്മളെ. ശിവാനി, സീകേശങ്ങളെ വിളിക്കുന്നു. അങ്ങളെ. പ്രണവേ, എന്താ ഇവിടുത്തെ കാര്യങ്ങള്? പറയാനാണെങ്കിൽ ഒരുപാടുണ്ടങ്ങളെ. നമുക്ക് വിശദമായിട്ട് നേരിട്ടങ്ങ് സംസാരിക്കാം. ഗൗതമ നിധിയും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ പ്രണവേ? അത് പിന്നെ പ്രശ്നം ഉണ്ടാക്കാതെ ഇരിക്കുവോ? ഇറങ്ങി തന്നേ പറ്റുമെന്ന് ഞങ്ങൾ അങ്ങോട്ട് തീർത്തും പറഞ്ഞപ്പോ രണ്ടെണ്ണോ ഉടുത്തുണി പോലും മാറാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മളെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കൂടി സംഭവിച്ചു. നിധിയുടെ പുന്നാര അമ്മായിയമ്മ പാർവതി ആന്റിയും അവരുടെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി. നൊന്ത് പ്രസവിച്ച മകനേക്കാൾ അവർക്ക് വലുത് ആ ദത്തുപുത്രനാണെന്ന്. എങ്ങനെയുണ്ട്? കരടുകളൊക്കെ പുറത്തു പോട്ടെ ശിവാനി. ഇനി ആ വീട്ടില് നിങ്ങളുടെ കാലമാണെന്ന് കരുതിയാ മതി. അതെങ്ങളെ, വേറൊരു കാര്യമുണ്ട്. നമുക്ക് ഇതൊന്ന് ആഘോഷിക്കണം. ഈവനിങ് ഒരു കാര്യം ചെയ്യൂ, അങ്കിളും ആന്റിയും കൂടെ ഇങ്ങോട്ടൊന്ന് വരുമോ? എല്ലാവർക്കും കൂടെ ചെറിയൊരു ട്രീറ്റ് എങ്ങനെ ഇരിക്കും? വരും, ഉറപ്പായിട്ടും ഞങ്ങൾ അവിടെ എത്തും.
ആന്റി കുറച്ച് നേരത്തെ വരണേ, നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. എത്തിക്കോളാം ശിവാനി. എന്നാ ശരിയങ്ങളെ വെക്കട്ടെ. വൈകുന്നേരത്തേക്കുള്ള സെറ്റപ്പ് ഒക്കെ ഒന്ന് റെഡിയാക്കണം. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു വല്ലാത്ത സന്തോഷ. ഒറ്റയടിക്ക് പ്രണവകം കോടീശ്വരനായിട്ട് മാറിയില്ലേ?